എന്റെ മോനെ അടുത്ത അപ്ഡേറ്റിൽ ഇത്രയും മാറ്റങ്ങളാ. നോക്ക്, പുതിയതും പഴയതുമായിട്ടുള്ള വ്യത്യാസം നോക്ക്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 3.2 അപ്ഡേറ്റിൽ വരുന്ന കുറച്ച് വ്യത്യാസങ്ങളാണ്. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈവന്റിനെ കുറിച്ചല്ല, നമ്മളുടെ ഫിസിക്കലായിട്ടും കാറിനും ഇതിലുള്ള ഫിസിക്സ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. 3.2 വരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ലെറ്റ്സ് ഗോ. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ 120 FPS ആണ്. 120 FPS ഇപ്പൊ തന്നെ നമ്മളുടെ 90 FPS എക്സ്ട്രീം ഒക്കെ ആക്കി. അപ്പോൾ നമുക്ക് അടുത്ത് വരാൻ പോകുന്നത് 120 FPS ആണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഒരു ബിഗ്ഗസ്റ്റ് ചേഞ്ച് ആയിട്ട് വരുന്നത് 3.2 അപ്ഡേറ്റിൽ. പിന്നെ നമ്മളുടെ രണ്ടാമത്തെ അപ്ഡേറ്റ് ആണ്, ഇപ്പൊ തന്നെ നമുക്ക് ഓരോ ഗ്യാസ് സ്റ്റേഷനിൽ പോയി പെട്രോൾ അടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അടുത്ത് എന്ത് കിടിൽ അപ്ഡേറ്റ് ആണ് കൊണ്ടുവരാൻ പോകുന്നത്. നമ്മളുടെ ആ പെട്രോൾ പമ്പ് തന്നെ ബ്ലാസ്റ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ആണ് കൊണ്ടുവരുന്നത്. അത് നമ്മളുടെ PUBG PC-യിൽ ആൾറെഡി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വരാനുള്ള ഊഴമാണ്. ഇതൊരു കിടിൽ അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഫൈറ്റ് എടുക്കുമ്പോൾ തന്നെ എല്ലാം അതിന്റെ ബാക്കിലൊക്കെ ഒളിച്ചിരുന്ന് ക്യാമ്പ് ചെയ്തിരുന്നൊക്കെ അടിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ദൂരെ ഇരുന്ന് തന്നെ അതിനെ അടിച്ചു പൊട്ടിച്ചാൽ ഇത് കിടിലായിരിക്കും ഇങ്ങനത്തെ ഒരു അപ്ഡേറ്റ്. അപ്പോൾ നമ്മളുടെ മൂന്നാമത്തെ അപ്ഡേറ്റ് ആണ് കളർ സ്മോക്ക്. ഇപ്പൊ തന്നെ നമുക്ക് ഗ്രനേഡ് തന്നെ കുറെ കളറുണ്ട്, ഓരോരോ ബ്ലാസ്റ്റിന് ഓരോരോ കളർ. അപ്പൊ എന്തുകൊണ്ട് സ്മോക്കിനായിക്കൂടാന്നൊരു ചോദ്യം വന്നു. അതുകൊണ്ട് അവന്മാർ ഇതിനെയും കളർ മാറ്റി, ഇതിനെ ഇപ്പോൾ ഓറഞ്ച് ആക്കി. ഇനി പോകെ പച്ച, നീല, ചുവപ്പ് അങ്ങനെയൊക്കെ കുറെ വരൂടെ. അപ്പോൾ നമ്മളുടെ നാലാമത്തെ ഒരു കിടൽ അപ്ഡേറ്റ് ആണ് ന്യൂ കോ ക്ലൈംബ് എന്ന് പറയുന്നത്. അതിലിപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മളുടെ കൂടെ ഒരുത്തും കൂടെ ഉണ്ട്, പക്ഷെ നമുക്ക് അവിടെ കയറാൻ പറ്റൂല. അപ്പോൾ നമ്മൾ ഒരുത്തിനെ കുനിച്ചിരുത്തി അവൻ്റെ പെടലിൽ കൂടെ കയറി നമുക്ക് മുകളിൽ കയറാം. ഇതാണ് ഇവിടെ പുതിയ അപ്ഡേറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ അവനെയും വലിച്ചു തൂക്കി നമുക്ക് എടുക്കാം. അങ്ങനെയാണ്. ഫസ്റ്റ് ഇവനെ തൂക്കി മുകളിൽ കയറ്റണം, പിന്നെ അവനെ കൈ കൊടുത്ത് അവനെയും രണ്ടാമത്തവനെയും മുകളിൽ കയറ്റണം. അതൊരു കിടൽ അപ്ഡേറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ കയറാൻ പറ്റാത്ത കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഇവനെയും കൊണ്ട് വലിച്ചു തൂക്കി കയറാൻ പറ്റും. ഒരു കിടൽ അപ്ഡേറ്റ് തന്നെ. അപ്പോൾ നമ്മളുടെ അഞ്ചാമത്തെ ഫീച്ചേഴ്സാണ് ഇൻട്രാക്റ്റീവ് ഫീച്ചേഴ്സ്. ഇത് സംഭവം എന്തെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ തന്നെ ഡ്രോപ്പൊക്കെ ലൂട്ട് ചെയ്തും റഷ് ചെയ്തും എല്ലാം തളർന്നു കാണും. അപ്പോൾ കുറച്ച് ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി റാൻഡായിട്ട് കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ ഒരു കുഴിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ അതൊരു ഫീച്ചേഴ്സ്. ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ലെവൽ 3 എല്ലാ ലൂട്ടും കിട്ടും ഫ്രീ ആയിട്ട്. അപ്പോൾ ഈ ലൂട്ട് റാൻഡായിട്ട് കിട്ടുന്നതുകൊണ്ട് കുറച്ചും കൂടി അടിയും റഷും എല്ലാം കൂടുമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് പോകണമെന്ന് അറിഞ്ഞൂടാ. സംഭവം വരട്ടെ, അപ്പം നോക്കാം. അപ്പോൾ നമ്മളുടെ ആറാമത്തെ അപ്ഡേറ്റ് ആണ്, നിങ്ങൾക്കിത് കാണാൻ കഴിയും. നമുക്ക് ഒരിക്കലും ഇതുകൊണ്ട് വണ്ടി ഇട്ട് പൊട്ടിക്കാൻ പറ്റാത്ത ഒരു സംഭവത്തിനാണ് നമ്മളിപ്പോൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മൾ എപ്പോഴും വണ്ടി വന്ന് ഇടിച്ചു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. എൻ്റെ പൊന്നെ, ഇതൊരു സംഭവമുണ്ട്. ഇടിച്ചാലും പറ്റൂല, കവർ എടുക്കാനൊക്കെ പറ്റും. ഇപ്പോൾ നമുക്ക് വണ്ടി കൊണ്ട് ഇടിച്ച് അത് പൊട്ടുന്നതായിരിക്കും. മനസ്സിലായി, അത് വക്യോലാണ്. അപ്പോൾ അത് വണ്ടി കൊണ്ട് ഇടിച്ച് പൊട്ടിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ ഏഴാമത്തെ അപ്ഡേറ്റ് ആണ് ന്യൂ വേൾഡ് സിസ്റ്റം. ഇത് സംഭവം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് പാർക്കോറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ഓർമ്മയുണ്ടായിരിക്കും. ഈ ബിൽഡിങ്ങിന്റെ പുറത്തുകൂടെയും സൈഡിൽ കൂടെയൊക്കെ ചാടിയൊക്കെ ഓടാൻ പറ്റുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ഇപ്പോൾ കാറിന്റെ ഒരു സെക്ഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളുടെ ഇപ്പോഴത്തെ അപ്ഡേറ്റിൽ പറ്റൂല. ഇനി തൊട്ട് 3.2 അപ്ഡേറ്റ് തൊട്ട് നമുക്ക് കാറിന്റെ മുകളിൽ കൂടെ ഒക്കെ ചാടി ഇറങ്ങിയൊക്കെ നടക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ബ്ലോക്ക് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ കുടുങ്ങി നിൽക്കുന്ന സ്ഥലങ്ങൾ, അതിന്റെ മുകളിൽ കൂടെയും കയറി ചാടിയൊക്കെ ഓടാൻ പറ്റും. അതാണ് ഈ അപ്ഡേറ്റ്. അപ്പോൾ നമ്മളുടെ എട്ടാമത്തെ അപ്ഡേറ്റ് ആണ് ന്യൂ ബ്ലാസ്റ്റ് ഡിലേ. ഇത് സംഭവം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ എനിമി ഫൈറ്റ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ അപ്ഡേറ്റിൽ നമ്മൾ കാറിൻ്റെ HP മൊത്തം ലോ ആകുമ്പോൾ അപ്പം തന്നെ പൊട്ടിത്തെറിക്കും ആണല്ലോ. അപ്പോൾ ഈ അപ്ഡേറ്റ് വരുന്നതോടെ നമ്മളുടെ കാറിൻ്റെ ഏറ്റവും ലോ HP വന്നാലും കുറച്ച് നേരം കത്തിയിട്ട് ഒരു 2-3 സെക്കൻഡ്, ഒരു 5 സെക്കൻഡ് വെച്ചോ, 5 സെക്കൻഡ് ഡിലേ കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങി ഓടാം. അതിനുശേഷം ഇത് പൊട്ടത്തുള്ളൂ. ജസ്റ്റ് ലൈക്ക് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മളുടെ GTA Vice City San Andreas ഒക്കെ ഉണ്ടല്ലോ, ആ ഇറങ്ങി ഓടാൻ നമുക്ക് കുറച്ച് സമയമുണ്ട്. അതേപോലെ. അപ്പോൾ നമ്മളുടെ 9ാമത്തെ അപ്ഡേറ്റ് ആണ് തെർമൽ സ്കോപ്പ്. ഇത് യൂസ് ചെയ്താൽ നമ്മളുടെ എനിമീസിനെയൊക്കെ ഉണ്ടല്ലോ അത് മൊത്തം ഹൈലൈറ്റ് ആയിട്ട് എടുത്തു കാണിക്കും. ഇത് കുറച്ച് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. കാരണം അടുത്ത അപ്ഡേറ്റിൽ വരാൻ പോകുന്ന ഈവന്റ് അങ്ങനെയുള്ളതാണ്. അപ്പോൾ നമ്മളുടെ 10ാമത്തെ അപ്ഡേറ്റ് ആണ് ജസ്റ്റ് ഒരു ഫ്ലെയർ സ്റ്റിക്ക് ആണ്. ഇതിന്റെ യൂസ് ഞാൻ ഇപ്പോൾ കാണിച്ചിരുന്ന നോക്കിയോ. ജസ്റ്റ് നമ്മളുടെ നെയ്ഡ് ഉണ്ടല്ലോ, അത് ഇടുന്ന പോലെ ഇങ്ങനെ ഇടുക. ഓക്കെ, അപ്പോൾ അതിൽ നിന്നൊരു ഫ്ലെയർ പോലെ വരും. ഫ്ലെയർ വന്നിട്ട് കുറച്ച് സ്മോക്ക് വരും. ഇതൊരു ലൊക്കേഷൻ കാണിച്ചു കൊടുക്കുന്നതാണ്. അപ്പം നമുക്ക് മുകളിൽ നിന്ന് ഒരു പ്ലെയിൻ വന്നിട്ട് 3 ഒബ്ജക്റ്റിനെ താഴോട്ടിടും. ഇതാണ് നമ്മളുടെ കവർ. നമ്മൾക്കിപ്പോൾ കവറില്ലാത്ത സിറ്റുവേഷനൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഈ ഫ്ലെയർ ഇടുകയാണെങ്കിൽ മുകളിൽ നിന്ന് കവറും വരും, സ്മോക്കും വരും. ഓക്കെ, ഇങ്ങനെ കവർ കൊണ്ടുവരും, മുകളിൽ നിന്ന് ഇട്ട് തരും. പക്ഷേ ഇത് എത്ര യൂസ്ഫുൾ ആണെന്ന് എനിക്കറിയില്ല. കാരണം ഒരു ഫൈറ്റിൻ്റെ ഇടയിൽ ഈ ഫ്ലെയർ ഇട്ടിന് പ്ലെയിൻ പറഞ്ഞ് നോക്കിയിരിക്കാൻ സമയം കിട്ടുമെന്ന് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മളുടെ 11ാമത്തെ അപ്ഡേറ്റ് ആണ് പുതിയൊരു ഗണ്ണ് വരികയാണ്. ഒരു ചെറിയൊരു മോർട്ടറാണ്. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു റോക്കറ്റ് ലോഞ്ചർ ഉണ്ടല്ലോ, അതേപോലെയാണ്. ഒരു സ്ഥലത്ത് നിന്ന് ബോംബ് ഇങ്ങനെ ഇടും, അത് കുറേ ദൂരം പോയിട്ട് പൊട്ടിത്തെറിക്കും. മനസ്സിലായി, നമ്മളുടെ ക്ലാഷ് ഓഫ് ക്ലാൻസ് കളിക്കുന്നവർക്ക് മനസ്സിലാവും മോർട്ടർ എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന്. ഒരു സംഭവം ഇവിടെ നിന്ന് വിടും, മുകളിൽ പോയി പൊട്ടിത്തെറിക്കും. അങ്ങനെ ഒരു കിടിലം അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ലാസ്റ്റ് അപ്ഡേറ്റ് ആണ് ബാഗിൽ വെക്കാൻ പറ്റുന്ന 2 കിടിലം സാധനങ്ങൾ വരുന്നുണ്ട്. ഒന്നാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എനിമി അടിച്ചു, നമുക്ക് സ്വന്തമായിട്ട് റിവൈവ് ചെയ്യാൻ പറ്റും. സെൽഫായിട്ട് നമുക്ക് ഓണായിട്ട് തന്നെ നമുക്ക് റിവൈവ് ചെയ്യാം.
ഓക്കെയാ. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഈ സ്ക്വാഡിനെ വെച്ചിട്ട് ഒറ്റയ്ക്ക് അടിക്കാൻ പോണവർക്കെല്ലാം നല്ലതായിരിക്കും എവിടെയെങ്കിലും ഒളിച്ചു നിന്നിട്ട് സ്വന്തമായിട്ട് റിവൈവ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളുടെ രണ്ടാമത്തെ അപ്ഡേറ്റ് ആണ് കാർ റിപ്പയർ ചെയ്യുന്നത്. ഈ രണ്ട് സംഭവമാണ് മെയിനായിട്ട് വരാൻ പോകുന്നത് 3.2 അപ്ഡേറ്റിൽ. ഒന്ന് സെൽഫ് ഹീലിങ്ങും ഒന്ന് കാർ റിപ്പയറും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള വരാൻ പോകുന്ന അപ്ഡേറ്റ് 3.2 അപ്ഡേറ്റിൽ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ അപ്ഡേറ്റിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അപ്ഡേറ്റ് ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു സൂൺ ഗൈസ്, ടാറ്റ.